നമസ്കാരം. കേരളത്തിലെ CPM നേതാക്കൾ കള്ളം പറയുന്നവരാണ്. ജനങ്ങളുടെ മുന്നിൽ ഒന്ന് പറയുകയും എന്നാൽ ആ പച്ചക്കള്ളത്തരം പറഞ്ഞിട്ട് അതിന് ബദലായിട്ട് മറ്റിടത്ത് വന്ന് ചില പ്രവൃത്തികൾ നടത്തുകയും ചെയ്യുക. ഇപ്പം നമുക്ക് EP ജയരാജൻ വിഷയം ഇപ്പം കത്തി നിൽക്കുകയാണ്. EP ജയരാജൻ മാത്രമല്ല കേട്ടോ പച്ചക്കള്ളം പറയുന്നത്. ഈ ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറയുകയാണ്. എന്നാൽ EP ജയരാജൻ പറഞ്ഞ ഒരു കള്ളം, ഈ കരവന്നൂർ ബാങ്ക് തട്ടിപ്പ് വന്നപ്പോൾ ആ തട്ടിപ്പിലെ പ്രധാന പ്രതിയായ വെള്ളപ്പായ സതീശനിലേക്ക് തൻ്റെ പേര് വലിച്ചഴിച്ചതിനെ പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയെന്നാണ് EP ജയരാജൻ അന്ന് വലിയ വാദമുഖങ്ങൾ ഉയർത്തിയത്. അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതാ പുറത്തു വന്നിരിക്കുന്നു. അയാൾ അങ്ങനെ ഇതിനെതിരെ ഞങ്ങൾ പിന്നെ തന്നെ കരവൂർ ബാങ്കിന്റെ അല്ലെങ്കിൽ അതിലേക്ക് വലിച്ചിഴച്ചതിനെതിരായിട്ട് ഞാൻ DGPക്ക് പരാതി കൊടുത്തു. ഇതിനായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഒരു ഗൂഢാലോചന നടന്നെന്നും ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയെന്നുമാണ് ജയരാജൻ പലതവണ പറഞ്ഞത്. എന്നാൽ EP ജയരാജൻ LDF കൺവീനർ എന്ന നിലയിലോ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ ഇത്തരം ഒരു പരാതി നൽകിയിട്ടില്ലെന്നാണ് DGPയുടെ ഓഫീസിൽ നിന്നും രേഖാമൂലം കിട്ടുന്ന മറുപടി. അപ്പോൾ പുറത്തു വന്ന് ജനങ്ങളോട് പറയുന്നു ഞാൻ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് DGPയുടെ ഓഫീസ് 2 തവണ ഇത്തരം ഒരു മറുപടി നൽകിയത്. ഒരിക്കൽ കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു പരാതി കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ഈ ജയരാജൻ പുറത്തു വന്ന് പറയുന്നു അതല്ല ഞാൻ പരാതി കൊടുത്തു എന്ന് പറയും. അപ്പോൾ വീണ്ടും ഒന്നുകൂടി വിവരാവകാശം കൊടുത്തു. അപ്പോഴും DGP പറഞ്ഞ അത്തരത്തിലുള്ള പരാതി കിട്ടിയിട്ടില്ല എന്ന്. 2024 ഫെബ്രുവരി 16 കിട്ടിയ മറുപടിയിൽ പരാതി കിട്ടിയില്ലെന്നും അതിനാൽ ഇത്തരം ഒരു സംഭവത്തെ പറ്റി അന്വേഷിച്ചിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനുശേഷവും പരാതി നൽകി എന്ന കാര്യത്തിൽ EP ജയരാജൻ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. 2024 മാർച്ച് 16 കണ്ണൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പരാതി നൽകി എന്ന കാര്യം ജയരാജൻ ആവർത്തിച്ചു പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ. തന്റെ പേര് വലിച്ചഴിക്കുന്നതിൽ 3 പേർ തൃശ്ശൂർ ഒളീരിലെ ഫ്ളാറ്റിൽ യോഗം ചേർന്നെന്നും ജയരാജൻ അന്നും ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറയുന്നതിന് ശരി. ഒരു അഭിമുഖത്തിലും ജയരാജൻ ഇക്കാര്യം വീണ്ടും ഉറപ്പിച്ചു പറയുകയും ചെയ്തു. പരാതിയിൽ DGP തന്നിൽ നിന്നും മൊഴിയെടുത്തെന്നും കേസിന്റെ നടപടി അവസാന ഘട്ടത്തിലാണെന്നുമാണ് ജയരാജൻ അന്ന് പറഞ്ഞത്. അതിനുശേഷം നൽകിയ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിലും ഇത്തരം ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് മറുപടിയാണ് DGPയുടെ ഓഫീസ് 2024 ഏപ്രിൽ 7 നൽകിയ മറുപടിയിലും പറയുന്നത്. ആലോചിച്ച് നോക്കാം. 2024 ഏപ്രിൽ 14 അതിനു മുമ്പും ഞാനിതെല്ലാം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാധ്യമത്തിൽ വന്ന അഭിമുഖത്തിലാണ് വെള്ളപ്പായ സതീശൻ മുൻ ഡ്രൈവറാണെന്ന് അവകാശപ്പെട്ട വ്യക്തി ജയരാജനും വെള്ളപ്പായ സതീശനും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നെന്നും വെളിപ്പെടുത്തിയത്. തുടർന്ന് ഇതിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് 2023 സെപ്റ്റംബർ 29 DGPക്ക് പരാതി നൽകിയെന്നാണ് ജയരാജൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. പിന്നീട് അത് പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞത്. എന്തായാലും ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു പച്ചക്കള്ളങ്ങൾ പറയുന്ന നേതാവായിരിക്കുന്നു EP ജയരാജൻ. ഞാൻ DGPക്കെതിരെ പരാതി കൊടുത്തു, എന്നിൽ നിന്നും DGP മൊഴിയെടുത്തു, അവസാന ഘട്ടത്തിലാണ് അന്വേഷണം എന്നൊക്കെ പറയുമ്പോഴും പരാതി പോലും കൊടുക്കാതെയാണ് ഇത്രയും തള്ളുകൾ തള്ളിയതെന്ന് ഓർക്കുമ്പോൾ CPM നേതാക്കളുടെ തള്ളും പച്ചക്കള്ളവും ജനങ്ങളുടെ മുന്നിൽ ഇതാ ചീട്ട് കൊട്ടാരം പോലെ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്.